അത് കുഞ്ഞുണ്ണി മാഷ മരുമകളൊക്കെ പറയും, മാഷ എല്ലാവരെയും സഹായിക്കും, പക്ഷേ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെന്താ നിങ്ങളിത് ചെയ്തത്? അപ്പോഴാണ് അദ്ദേഹം വലിയ രസകരവും മഹത്തായ ഒരു കാര്യം പറഞ്ഞത്. നല്ല മനുഷ്യന്മാരാണ്, ജീവിച്ചിരിക്കുമ്പോൾ മയ്യത്തായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം അവരെ കൊണ്ട്. പിണറായിയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം കണ്ണൂർ ജില്ലയിലെ പിണറായിലെ പാറപ്പുറത്തെ വിവേകാനന്ദ വായനശാലയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് കൂടുന്നത്. ശങ്കരാചാര്യ സ്വാമികൾക്ക് ഭാരതത്തിൽ ആസേതു ഹിമാചലം എങ്ങനെ സ്വാധീനം കിട്ടി? ഇപ്പം കാലടിയിലെ തെക്കേമഠത്തിൻ്റെ സ്ഥലത്തായാണ് ഇപ്പോൾ മലയാറ്റൂർ പള്ളി ഇരിക്കുന്നത്. അയർലൻഡിൽ ജനിച്ച ഒരു ലില്ലിപ്പൂവ്, മദർ മേരിയെ ആരാധ്യയായി കണ്ട നിവേദിത. എൻ്റെ സാറ്, നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിവേദിതയുടെ ആഘോഷം, വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ചാൽ ആൾക്കാർ RSSകാരാകും. അങ്ങനെയാണ് ചെഗുവേരയിലേക്ക് വരുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ളത് നമ്മുടെ സന്യാസ ആശ്രമങ്ങളും സന്യാസികളുമാണ്. വൈകുണ്ഠസ്വാമികളും തൈക്കാട് അയ്യാസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ള സന്യാസ സമൂഹം നമ്മുടെ സമാജ പരിവർത്തനത്തിനായി ചെയ്ത കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ കേരളത്തിൻ്റെ സന്യാസ ആശ്രമങ്ങളെക്കുറിച്ചും സന്യാസിമാരെക്കുറിച്ചും വളരെയധികം യാത്ര ചെയ്തും പഠിച്ചും ചരിത്ര രചന നടത്തിയിട്ടുള്ള ഒരാളാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട, നമസ്കാരം. വ്യത്യസ്തമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റാങ്കോടുകൂടി ബിരുദവും ബിരുദാനന്തര ബിരുദവും, അത് കഴിഞ്ഞിട്ട് ഈ ആധ്യാത്മിക പാത എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസ സമൂഹങ്ങളും ഒക്കെ അതിനെ എത്രത്തോളം നമ്മൾ മലയാളികൾ കണക്കിലെടുക്കുന്നുവെന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2.5-3 പതിറ്റാണ്ടുകളായിട്ട് അങ്ങ് അതിനൊപ്പം ഉണ്ട്. നിരവധി പുസ്തകങ്ങൾ, 25ഓളം പുസ്തകങ്ങൾ എഴുതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് തിരിഞ്ഞത്? എങ്ങനെയാണ് അങ്ങോട്ട് ആ ജീവിതം ആ ഒരു രീതിയിലേക്ക് മാറിയത്? എന്തുകൊണ്ടാണ്? ഞാൻ വളരെ ചെറുപ്പത്തിലെ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യവുമായി ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞാൽ രാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. പിന്നെ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട കിഴുത്താണി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കിഴുത്താണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം നെടുമ്പള്ളി തരണനെല്ലൂർ താഴമൺ തന്ത്രം വന്ന ഇത്, അതിലെ തരണനെല്ലൂരിലൊരു വിഭാഗമാണ് നെടുമ്പള്ളി തരണനെല്ലൂരിൻ്റെ ആസ്ഥാനമാണ് ഈ കിഴുത്താണി, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃപ്രയാറ് പോകുന്ന വഴിയുള്ള. അപ്പം അങ്ങനെയുള്ള പ്രദേശം, ആ പ്രദേശത്ത് മറ്റ് കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളെ പോലെ കിഴുത്താണിയും, ഞാനൊക്കെ ജനിച്ച സമയത്ത് എൻ്റെ ബാല്യകൗമാരങ്ങളിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ജനനവും ഒക്കെ തുടങ്ങി. പിന്നീട് ഇരിഞ്ഞാലക്കുട എന്ന് പറയുമ്പോൾ കാര്യം മാറി. ഇരിഞ്ഞാലക്കുടയെക്കുറിച്ച് മഹാകവി ചങ്ങമ്പുഴ തന്നെ പറഞ്ഞിരിക്കുന്നത്, കലയും കവിതയും കിരീടം വെച്ച ഇരിങ്ങാലക്കുട. കിഴുത്താനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇരിഞ്ഞാലക്കുട വരുമ്പോൾ, ഞാൻ ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നാഷണൽ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ കൂത്തും കൂടിയാട്ടത്തിൻ്റെയും സംസ്കാരമുള്ളൊരു നാട് ഇരിങ്ങാലക്കുട. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധം അങ്ങനെ ആ സമയത്താണ്. വളരെ ചെറുപ്പത്തിൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ തന്നെ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ പുറനാട്ടുകര പൂങ്കുന്നം ആശ്രമങ്ങളിലൊക്കെ ബന്ധപ്പെട്ടു. പിന്നെ എൻ്റെ ഡിഗ്രി, പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിലാണെങ്കിലും ഡിഗ്രി തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലായി, പോസ്റ്റ് ഗ്രാജുവേഷനും അവിടെയായി. അപ്പം അങ്ങനെ എനിക്ക് രാമകൃഷ്ണാശ്രമമൊക്കെയായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. കുറേശ്ശൊക്കെ എഴുതി തുടങ്ങുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കവികളിൽ വലിയ ഉണ്ണിയായ കുഞ്ഞുണ്ണി മാഷ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം കണ്ടു നാലമ്പലം തീർത്ഥയാത്രയെക്കുറിച്ച്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ 4 അമ്പലങ്ങൾ,
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം ഭരത ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. അതിനെക്കുറിച്ചൊരു ലേഖനമാണ് കുഞ്ഞുണ്ണി മാഷ് കണ്ടത്. അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞത്, ആ ഒരു കാര്യം ചെയ്യുക, ഒരു പുസ്തകം എഴുതുക അതിനെക്കുറിച്ച്. അത് 95 ആണ് പറയുന്നത്. അപ്പോൾ മാഷാണ്, കുഞ്ഞുണ്ണി മാഷാണ് പറയുന്നത്. ഞാൻ വേഗം ഓടി എല്ലാ കാര്യങ്ങളിലൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ കളക്ട് ചെയ്ത് അത് ഭാഷയിലാക്കി മാഷ്ക്ക് കൊടുക്കുമ്പോൾ, ഓ തന്നെ കൊണ്ട് ഞാൻ തോറ്റു, എങ്ങനെയാണ് ഇത് സഹിക്കുക എന്നൊക്കെ പറയുക അദ്ദേഹം. അതായത് അതിലെ ഘടന, വാക്കുകളുടെയും വാചകങ്ങളുടെ ഘടന അങ്ങനെ. അപ്പോൾ ഞാൻ ഒടുവിൽ ഇതേപോലെയൊക്കെ മാഷ അസഹനീയമായ ശിക്ഷണത്തിൽ, അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മാഷ് ലളിതമായിട്ട് എഴുതാനാണോ പറയുക? ലളിതമായിട്ടും പിന്നെ ഒരു ഒഴുക്ക് വേണമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ 25 പുസ്തകങ്ങളായെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്, അത് റീഡബിലിറ്റി ഉണ്ട്. അതൊരു വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ഈ എഴുത്തച്ഛൻ തന്നെ പറയുന്നത്, ഭാരതീ പദാവലി തോന്നുമാറാകേണം കാലേ കാലേ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പിന്നെ പറയുന്നത്, പ്രോപ്പർ വേർഡ്സ് ഇൻ പ്രോപ്പർ പ്ലേസ്, ദാറ്റ് ഈസ് പോയട്രി. എന്താണ് കവിത? അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 6 അടിക്കുന്നു, അപ്പോൾ ദർ ഈസ് എ പോയം ഇൻ ദാറ്റ് ഷോട്ട് എന്ന കമൻറ്റേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വരുന്നൊരു കാര്യം. അതിനൊരു താളമുണ്ട്, ഒഴുക്കുണ്ട്, ലയമുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ് അങ്ങനെ അത് എഴുതി കൊടുത്ത് ഞാൻ മാഷോട് ചോദിച്ചു, ഇനി ഇതാരാ പുസ്തകമാക്കാൻ? അപ്പോൾ മാഷ് പറഞ്ഞു, ഇനി താൻ പുസ്തകമാക്കാൻ ആരെയും നോക്കണ്ട, ഞാൻ പൈസ തരാം. അങ്ങനെയാണ് അത്. കുഞ്ഞുണ്ണി മാഷ മരുമകളൊക്കെ പറയും, മാഷ എല്ലാവരെയും സഹായിക്കും, പക്ഷേ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുള്ള വളരെ എൻ്റെ അറിവിലില്ല. മാഷ സന്തത സഹചാരിയായിട്ടുള്ള മരുമകൻ്റെ ഭാര്യ ഉഷ, അവരാണ് എനിക്ക് ചെക്ക് തന്നത്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ആ സമയത്താണ് ഞാൻ പറയാൻ വന്നു, അഡ്വക്കേറ്റ് പി രാമദാസ്, ന്യൂസ് പേപ്പർ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ചെയ്തിട്ടുള്ള ആളാണ്. വാസ്തവത്തിൽ അത് തുടങ്ങിയത് നമ്മുടെ പതേർ പാഞ്ചാലിക്കൊക്കെ മുമ്പ് തുടങ്ങിയതും ഇതൊക്കെയാണ്. പക്ഷേ പൊതുജനത്തിൻ്റെ മുമ്പിൽ വന്നത് അതൊക്കെ കഴിഞ്ഞ ശേഷം. അതുകൊണ്ട് അത് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് പിക്ചറായി ന്യൂസ് പേപ്പർ ബോയ്. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് പി രാമദാസാണ് എനിക്ക് ആ കവർ ചിത്രം തരുന്നത്, നാലമ്പലം തീർത്ഥയാത്രയുടെ. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അത് വലിയ, നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളധികം വിജയമായി. രാമായണ മാസക്കാലം. ആരായിരുന്നു പുറത്ത്? ഏത് പബ്ലിഷേഴ്സ്? പബ്ലിഷേഴ്സ് അത് ഞാൻ തന്നെ, മാഷ് തന്ന പൈസ കൊണ്ട് എൻ്റെ പബ്ലിഷർ ത്രിവേണി പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ. അപ്പോൾ അത് 4 അമ്പലങ്ങളിലൊക്കെ പോയി കൊടുത്ത്, അത് രാമായണ മാസം വളരെയധികം ഒരു പ്രചാരമായിരിക്കുന്ന ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് തൃശ്ശൂർ ജില്ലയിലെ 4 അമ്പലങ്ങൾ കുറിച്ച് വരുന്നത്. പിന്നെ 2ാമത്തെ എഡിഷൻ നമ്മുടെ കുമ്മനം രാജേട്ടൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് അടുത്ത എഡിഷൻ നമ്മൾ തന്നെ ഇറക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഓർഗനൈസിങ് ഇതുണ്ടല്ലോ, അത് 10,000 കോപ്പി പോയി. ഹിന്ദു വിശ്വ അപ്പോഴേക്കും ഞാൻ ഹിന്ദു വിശ്വവുമായി മാസികയുമായിട്ട് ബന്ധപ്പെടുന്നു, അതിൻ്റെ ഒരു എഡിറ്റർ ഇൻചാർജ് പോലെ പ്രവർത്തിക്കണു. അപ്പോൾ അത് അടുത്ത എഡിഷൻ അങ്ങനെ വളരെ വിപുലമായി പോയി. പിന്നെ കോട്ടയത്തൊരു സഹോദരി എഴുതി, നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല 4 അമ്പലങ്ങൾ ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. അപ്പോൾ അവിടെ പോയി കോട്ടയം രാമപുരം കേന്ദ്രീകരിച്ച് 4 അമ്പലങ്ങൾ. അത് കഴിഞ്ഞ് മലപ്പുറത്ത് രാമപുരം കേന്ദ്രീകരിച്ച് അതിൻ്റെ ഡെവലപ്മെൻറ്റാണ്. എല്ലാ വർഷവും എന്നെ വിളിച്ച് അവർ ആദരിക്കും. അവിടെ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ടാണ്, അങ്ങാടിപ്പുറത്തിനും മലപ്പുറത്തിനും നടുവിലാണ് രാമപുരം. ആ രാമപുരത്തെ ഭരതക്ഷേത്രം, കരിഞ്ചപ്പാടി ഭരതക്ഷേത്രം ഇരിക്കുന്ന പുഴക്കാട്ടിരി പഞ്ചായത്തിലെ 7ാം വാർഡിലെന്തോ ആണ്, ഇപ്പോൾ എത്രാമത്തെ വാർഡാണെന്ന് അറിയില്ല, തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ഒരു പനയുടെ മേലെന്തോ കയറിയിട്ടാണ് ക്യാമറാമാൻ, അതും മാതൃഭൂമിയിലുണ്ടായിരുന്ന ആൾ ആ ചിത്രം എടുത്തത്.
അതിപ്പോഴും ആദ്യത്തെ അവിടുത്തെ പതിപ്പിലുണ്ട്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് അടുത്ത വർഷം പുനരുദ്ധാരണം തുടങ്ങി അവിടെ. അത് വളരെ വിപുലമായി. പിന്നീട് അത് കഴിഞ്ഞ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് 4 അമ്പലങ്ങളുണ്ട്. നമ്മുടെ ചെമ്മനം ചാക്കോ സാറിക്കുന്ന മുളക്കുളം, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളാണ് പോയി ഒരു 3-4 വർഷം കൊണ്ട് 4 അമ്പലം തീർത്ഥയാത്രയുടെ പ്രചാരകൻ. പക്ഷേ ഇത് നമ്മളുടെ താങ്കൾ ചോദിച്ച പോലെ ഈ ഫീൽഡ് വർക്ക് ഞാൻ വിദ്യാർത്ഥിയായി പിന്നെ അധ്യാപകനായി കിട്ടുന്ന സമയം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, ഈ അമ്പലങ്ങൾ നമ്മുടെ നാടിൻ്റെ നവോത്ഥാനത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളൊരു തോന്നൽ. ഇപ്പം മലപ്പുറത്തിൻ്റെ കാര്യമൊക്കെ കേട്ടാൽ വളരെ രസകരം. അവിടെ പുനരുദ്ധാരണം, ഒരു മുസ്ലിം ധനാഢ്യനാണ് ഈ തകർന്ന തരിപ്പണമായ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന്. അപ്പോൾ അതിനെ പ്രയത്നിച്ച്, അപ്പോൾ ഒരു ദിവസം ഒരു തവണ എനിക്ക് ആദരവ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് ഇത് നല്ലൊരു കാര്യമാണ്. അയ്യോ, നിങ്ങൾ ഒരാളോടും പറയല്ലേ എന്ന് പറഞ്ഞു. അതെന്താ, നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെന്താ നിങ്ങളിത് ചെയ്തത്? അപ്പോഴാണ് അദ്ദേഹം വലിയ രസകരവും മഹത്തായൊരു കാര്യം പറഞ്ഞത്. ഈ നമ്പൂരാരുണ്ടല്ലോ, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ജീവിച്ചിരിക്കുമ്പോൾ മയ്യത്തായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം അവരെ കൊണ്ട്. കാര്യം മനസ്സിലായോ? ഇദ്ദേഹം എന്തുകൊണ്ട് ഈ പൈസ ഇറക്കിയെന്ന് വെച്ചാൽ, ഈ കരിഞ്ചപ്പാടി ഭരതക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. വലിയ ധനാഢ്യനും മണിമാളിയൊക്കെ, ശാന്തി സമാധാനവും ഇല്ല. അപ്പോൾ രാത്രി പോയി ഏതോ ഒരു ജോത്സ്യനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളെ അമ്പലത്തിൽ ഇതിലല്ലേ വെച്ചിരിക്കണേ, അപ്പം നിങ്ങൾ ബ്രഹ്മരക്ഷസിൻ്റെ ഇതുണ്ട്. അപ്പം അത് പോകുന്ന പോക്ക്, ബ്രഹ്മരക്ഷസ് എന്ന് വെച്ചാൽ ബ്രാഹ്മണർ, അതെ, അവരുടെ ദുരൂഹമായ മരണത്തിൻ്റെ ഫലമായിട്ട് അവർ ബ്രഹ്മരക്ഷസ്, അങ്ങനെ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്താനാണ് അനേക ലക്ഷം കൊടുത്ത് അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ അങ്ങനെ പല കഥകളും ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളിലെ പുനരുദ്ധാരണം, പ്രത്യേകിച്ചും ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം 1936 ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്പലങ്ങളിലേക്ക് ധനം കുമിഞ്ഞുകൂടുന്നു. അത് പക്ഷേ സമൂഹത്തിന് ഗുണകരമാണോ? ഈ ധനം വരുമ്പോഴാണ് അമ്പലത്തിൽ കമ്മിറ്റികൾ തമ്മിൽ കേസ്. 4 അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും കേസും കൂട്ടവുമാണ്. അപ്പം അതങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് അമ്പലങ്ങളും, പിന്നെ ഞാൻ രാമകൃഷ്ണ ആശ്രമവുമായി ബന്ധപ്പെടുന്നു, പിന്നെ ആശ്രമങ്ങളിലേക്കൊക്കെയുള്ള പോക്ക് വരുന്നു. അപ്പം അമ്പലങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലേക്ക്. അപ്പം ഞാൻ ആദ്യം കേരളത്തിലെ രാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് തയ്യാറാക്കുന്നത്. പോകുന്നിടത്തൊക്കെ പോയി നോട്ടെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമകൃഷ്ണ വിവേകാനന്ദന്മാർ കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് സാക്ഷാൽ ശങ്കരാചാര്യസ്വാമി കേരളത്തിൽ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ശങ്കരമഠങ്ങൾ എന്നാണ് ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്നെങ്കിലും സ്വാമിയാർ മഠങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് 2000 കേരളത്തിൽ ആശ്രമങ്ങൾ എന്നുള്ള പുസ്തകം ഇറക്കി. ഇതിൻ്റെ പുസ്തകങ്ങളെ ലിസ്റ്റും ഇതൊക്കെ കൊണ്ടുപോയി നടക്കുന്ന സമയത്ത് ആനന്ദാശ്രമം, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ അവിടുത്തെ അവർ ഇങ്ങനൊരു പ്രൊജക്റ്റ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ലിസ്റ്റുമായി കൊണ്ടുപോയി നടക്കുക. ഇത് നമുക്ക് പുസ്തകമാക്കാമെന്ന് വെച്ചാൽ കേരളത്തിൽ ആശ്രമം ഡയറക്ടറി തയ്യാറാക്കി. അത് 2000 രണ്ടാമത്തെ പുസ്തകം അങ്ങനെയാണ്. അതെ, കേരളത്തിലെ ആശ്രമങ്ങൾ. അപ്പോൾ അതിനുമുമ്പ് രാമകൃഷ്ണ പ്രസ്ഥാനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു തോന്നൽ വന്നു, രാമകൃഷ്ണ വിവേകാനന്ദന്മാരിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞ ശങ്കരാചാര്യസ്വാമിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ ഇടനീർ മഠം, കാസർഗോഡ് ഇടനീർ മഠത്തിലേക്കൊക്കെ പോകാൻ ഉള്ള സമയത്താണ് ഞാൻ ഈ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ ഇറങ്ങുന്നതും. അപ്പോൾ അവരാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. സച്ചിദാനന്ദ സ്വാമികളുടെ അവതാരികയോടെ നമ്മുടെ സിദ്ധിനാഥാനന്ദ സ്വാമികൾ മൊണാസ്റ്റിസിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു
ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെയാണ് ആ കേരളത്തിലെ ആശ്രമങ്ങൾ ഇറങ്ങുന്നത്. അതൊരു 4-5 മാസം കൊണ്ട് എല്ലാം എവിടെ നിന്നൊക്കെ അതിനെക്കുറിച്ച് വിവരം, ഋഷികേശിൽ നിന്ന് വിവരം വരുന്നു, അന്വേഷിക്കുന്നു, ഉത്തർകാശിയിൽ നിന്ന് വരുന്നു, അമേരിക്കയിൽ നിന്ന് ചിലവർ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇതായി. അപ്പോൾ ഇവിടെ നാലമ്പലം തീർത്ഥയാത്രയ്ക്ക് അവതാരിക എഴുതിയത് മൃഡാനന്ദ സ്വാമിയാണ്. പുസ്തക പ്രകാശനം ചെയ്യുന്നത് പത്മശ്രീ അമ്മന്നൂർ മാധവചാക്യാരാണ്. പുസ്തകത്തിന് നിർദ്ദേശമൊക്കെ തന്ന പൈസ തരുന്ന കുഞ്ഞുണ്ണി മാഷാണ്. പിന്നെ അതിൻ്റെ കവർ ചിത്രം ചെയ്യുന്നത് അഡ്വക്കേറ്റ് പി രാമദാസ്, മലയാളത്തിലെ പ്രഥമ നിയോ റിയലിസ്റ്റിക് ചിത്രമായ ന്യൂസ് പേപ്പർ ബോയിയുടെ ഡയറക്ടർ. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നീട് കേരളത്തിലെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അത് 2000 പ്രസിദ്ധീകരിച്ചു. പിന്നീട് ശങ്കര മഠങ്ങൾ കേരളത്തിൽ, അത് പ്രസിദ്ധീകരിക്കുന്നത് കാസർഗോഡ് ഇടനീർ മഠവും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് 4 മഠങ്ങളിലുള്ള തെക്കേ മഠവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം കന്യാകുമാരി മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെയാണ് ചരിത്രം വരുന്നത്. അത് ഇന്നൊരു പക്ഷെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം അന്ന് ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള 4 മഠങ്ങൾ അത് ശങ്കരാചാര്യ മഠങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. അതിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമി തൻ്റെ പരിവ്രാജക വൃത്തിക്കിടയിൽ ശക്തിഭദ്രൻ എന്ന് പറയുന്ന ചേര സാമ്രാജ്യത്തിലെ രാജാവ് സുഭദ്ര ധനഞ്ജയമൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തെ പോയി കാണുന്നു. ഈ സംസ്കൃതത്തിൽ എഴുതിയ കൃതികൾ അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിക്കുന്നു. അത് കഴിഞ്ഞ് രാജാവിൻ്റെ കൊട്ടാരം കത്തിപ്പോകുന്നു. അതിനോടൊപ്പം കൃതികളും പോകുന്നു. പിന്നീട് ശങ്കരാചാര്യസ്വാമിയുടെ 2ാമത്തെ വരവിൽ ശങ്കരാചാര്യസ്വാമികൾ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെയാണ് ശക്തിഭദ്ര ചക്രവർത്തിക്ക് ഈ പുസ്തകങ്ങൾ വീണ്ടും കിട്ടുന്നതെന്നാണ് പറയുന്ന ഒരു ഐതിഹ്യം. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളുടെ സമാധിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാരെ വിളിച്ച് തൃശ്ശൂർ, അതായത് തൃശ്ശൂർ വടക്കനാഥൻ ക്ഷേത്രം എന്ന് വെച്ചാൽ ശിവക്ഷേത്രം, അത് കേരളത്തിൻ്റെ തന്നെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ശങ്കരാചാര്യസ്വാമി സമാധിയായത് അവിടെയാണെന്ന്. വാസ്തവത്തിൽ കേദാർനാഥിലാണ് സ്വാമിയുടെ സന്യാസം. മൂകാംബികയിൽ പോയാൽ അവിടെയും ശങ്കരാചാര്യസ്വാമിയുടെ സമാധി സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ഭാരതത്തിൽ ആസേതു ഹിമാചലം എങ്ങനെ സ്വാധീനം കിട്ടി. അതോടൊപ്പം തന്നെ എനിക്കും ഒരു ചിന്ത വന്നു. ശങ്കരാചാര്യസ്വാമി ജനിച്ച ഈ മണ്ണിൽ ശങ്കര സിദ്ധാന്തം, ശങ്കരാചാര്യരുടെ ജീവിതമല്ല, ശങ്കര സിദ്ധാന്തം എന്തുകൊണ്ട് ശങ്കിക്കപ്പെട്ടു? ശങ്കരാചാര്യസ്വാമിയുടെ 1200-ാം വാർഷിക വേളയിലാണ്, അതും മഹാനായ ആഗമാനന്ദ സ്വാമികൾ നിർമ്മിച്ച കാലടിയിൽ ശങ്കര ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം എന്നായിരുന്നു പേര് ആദ്യം. പിന്നീട് 1936 ശങ്കര ജയന്തി ദിനത്തിലാണത് ആരംഭിച്ചത്. പിന്നീട് അത് ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമാക്കി. അവിടെ നടന്ന ചടങ്ങിലാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ശങ്കര ദർശനം കാലഹരണപ്പെട്ടു. ഈ ചടങ്ങിൽ 1200-ാം ആണ്ടിൽ നടന്ന, അതും ആഗമാനന്ദ സ്വാമി ചെയ്ത അദ്വൈതാശ്രമത്തിൽ വന്നിട്ട് അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞു ശങ്കര ദർശനം കാലഹരണപ്പെട്ടു. 20-25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഇതാണ് സംഭവമാണ്. അപ്പം ഞാൻ ഈ അന്വേഷണം ശങ്കര മഠങ്ങളിൽ കൂടെ രാമകൃഷ്ണ പ്രസ്ഥാനവും മറ്റു മഠങ്ങളൊക്കെ പോകുമ്പോൾ ശങ്കര മഠങ്ങളിൽ നിന്ന് സ്വാമിയാർ മഠങ്ങളിൽ മാറാല കെട്ടി ആരുമില്ലാതെ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഭൂപരിഷ്കരണത്തിന് ശേഷം സമ്പത്ത്, അമ്പലങ്ങളിലെ സമ്പത്ത് കുറഞ്ഞു വന്നു, അതുകൊണ്ട് ആണ് ഈ മഠങ്ങൾ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ച മഠങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നടുവിൽ മഠം,
അതായത് തെക്കേ മഠം, ഇടയിൽ മഠം, വടക്കേ മഠം, നടുവിൽ മഠം, 4 മഠങ്ങൾ അങ്ങനെയാണ് ഇരുന്നത്. പിന്നീട് അതിൽ നിന്നാണ് മുഞ്ചിറ മഠം, തൃക്കൈക്കാട്ട് മഠമൊക്കെ ഉണ്ടായത്. നടുവിൽ മഠത്തിന് പറയുന്നത് നാട്ടിൽ പകുതി നടുവിൽ മഠത്തിന്. ഇപ്പം കാലടിയിലെ തെക്കേ മഠത്തിൻ്റെ സ്ഥലത്തായാണ് ഇപ്പോൾ മലയാറ്റൂർ പള്ളി ഇരിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ ആശ്രമങ്ങൾ കയറി നടക്കുകയല്ല ചെയ്തത്. ഇപ്പം ശങ്കരമഠങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ ശങ്കരമഠങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, എന്നെപ്പോലെ ആധികാരികമായിട്ട് പറയാൻ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ പറഞ്ഞ് വന്നതിലേക്ക് മടങ്ങിപ്പോവുക. ഇന്നാണെങ്കിൽ അത് നടക്കില്ല. ഈ പുസ്തകം എഴുതുക. കാര്യം അന്ന് ഞാൻ കേരളത്തിലെ ആശ്രമങ്ങൾ ഡയറക്ടർ തയ്യാറാക്കിയിരിക്കുമ്പോൾ നമ്മുടെ തെക്കേ മഠത്തിലെ സ്വാമിയാർ, മൂപ്പിൽ സ്വാമിയാർ, ശങ്കര ബ്രഹ്മാനന്ദ ബോധിസ്വാമി പറഞ്ഞു, ചാതുർമാസം കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുക തെക്കോട്ട് ശുചീന്ദ്രം വരെ ഒരു യാത്ര, പിന്നെ അത് കഴിഞ്ഞാൽ വടക്കോട്ട് തൃച്ചംബരം വരെ ഒരു യാത്ര. അപ്പോൾ ഇപ്പോൾ പോകുന്നതൊക്കെ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചാണ്. നമുക്ക് ആശ്രമങ്ങളെ കേന്ദ്രീകരിച്ചൊരു യാത്രയായാലോ എന്നോട് ഞാൻ വരാം. അങ്ങനെയാണ് എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസസ്. ഇവരെന്താ ചെയ്തിരുന്നത്? ഇല്ലങ്ങൾ കൂടെ പോവും, യാത്ര പോവും. ഇല്ലങ്ങളിൽ കൂടെ പോകുമ്പോൾ സ്വാമിയാരുടെ കൂടെ പോകുന്ന നമ്പൂരിമാർക്കൊക്കെ ഉമിക്കരി, കൗബീനം തൊട്ട് ദക്ഷിണ ശാപ്പാടും ഒക്കെ ആയിട്ട് സുഖമാണ്. നമ്മൾ ആശ്രമങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്ന ആനന്ദാശ്രമത്തിലൊക്കെ പോയിപ്പോൾ സ്വാമിയാരുടെ കൂടെയുള്ള മറ്റ് നമ്പൂതിരിമാർക്ക് അത്രയ്ക്ക് ആവുന്നില്ല. കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇവിടെ നമ്മളിത് ത്വാത്വികമായ ഇതിലേക്ക് വരുമ്പോൾ ശങ്കരാചാര്യരുടെ നാട് ദശനാമി സമ്പ്രദായം രൂപീകരിച്ച് ഭാരതത്തിൻ്റെ 4 സ്ഥലങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ച് സനാതനധർമ്മ പ്രചാരം ചെയ്ത ശങ്കരാചാര്യരുടെ മണ്ണിലെ കേരളത്തിലെ ഈ ശങ്കരമഠങ്ങൾ എന്ന് പറയുന്ന സ്വാമിയാർ മഠങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? മറ്റ് മഠങ്ങളിൽ പ്രസ്ഥാനത്രയ പഠനം, അതിൻ്റെ പഠനവും പ്രചരണവും. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതൊരു വലിയൊരു ചോദ്യം. ഇവർ ഈ ശങ്കരമഠങ്ങൾ, അതായത് കൊല്ലവർഷം 1 ആരംഭിച്ച തൃശ്ശൂർ കേന്ദ്രീകരിച്ചിരുന്ന ശങ്കരശിഷ്യന്മാരാൽ സ്ഥാപിച്ച, ഇപ്പോൾ തെക്കേമഠം പത്മപാദരാണ്, വടക്കേ മഠം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ബ്രഹ്മസ്വമഠായുണ്ട്, തോടകാചാര്യസ്വാമി, അങ്ങനെ എന്തോ ആണ് ഇവരെല്ലാം പറയുന്നത്. എന്താണ് ഇവർ സനാതനധർമ്മത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ സന്യാസം, ത്യാഗത്തിൻ്റെ ആദർശമായ സന്യാസത്തേക്കാൾ കൂടുതൽ പൗരോഹിത്യത്തിനാണ് പ്രാധാന്യം. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പൊതുപുരോഹിതന്മാരാണ്. അപ്പം EMS എന്തുകൊണ്ട് ഈ നാടിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്നതിനൊരു നിമിത്തമായി തീർന്നു എന്നൊക്കെ, അത് പഠിക്കേണ്ട വിഷയം പഠിക്കേണ്ട. നമ്മളതിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എൻ്റെ പുസ്തകങ്ങളും എൻ്റെ ജീവിതവും പറഞ്ഞ് വന്നപ്പോഴാണ് നമ്മളിതിലേക്ക് മാറിയത്. കാരണം EMS സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ച ആളാണ്, ഈ ബ്രഹ്മസ്വമഠത്തിൽ താമസിച്ചിട്ടാണ് പഠിച്ചത്. അപ്പം ചരിത്രം ഇപ്പം പറയാം, അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും നടന്ന എനിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് ഞാൻ ബിരുദാനന്തര ബിരുദം എടുത്തത്. എൻ്റെ ഉള്ളിൽ ചരിത്രമാണ്. ചരിത്രം, കുറച്ച് സാഹിത്യം, അതിലും കുറച്ചൊരു ആത്മീയത. അപ്പം ഈ മേഖലയിൽ ഇതുപോലെ പ്രവർത്തിച്ച ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം കേരളത്തിലെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ക്ഷേത്രചരിത്രമല്ല, ആ ക്ഷേത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ. അത് ഞാൻ ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടുന്നതിന് മുമ്പേ ആശ്രമങ്ങളിൽ അർഹരായവർക്ക് പ്രവേശനം കിട്ടിയിരുന്നു. അപ്പം കേരള നവോത്ഥാന ചരിത്രം
പഠിക്കുമ്പോൾ അമ്പലങ്ങളേക്കാൾ കൂടുതൽ ആശ്രമങ്ങൾ, ഈ ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ ആശ്രമങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പറയാം, 1912 പ്രഥമ രാമകൃഷ്ണ മഠം ഹരിപ്പാട് സ്ഥാപിക്കുന്നത്. ഹരിപ്പാട്. ഒരു വർഷം മുമ്പ് 1911 എഴുമറ്റൂർ തീർത്ഥപാദ ആശ്രമം സ്ഥാപിച്ചു. പിന്നെ 1915 പെരിയാറിൻ്റെ തീരത്ത് നാരായണ ഗുരുദേവൻ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ട് എത്രയോ 10-20-25 വർഷമായില്ലേ കളക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ശങ്കരമഠങ്ങൾ, രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ. ഈ രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ പലർക്കും നിർമ്മലാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറയാൻ ഭയമാണ്. എന്തുകൊണ്ട് ഇവിടെ ചരിത്രം അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ബംഗാളിൽ നിന്നും വന്ന രാമകൃഷ്ണ പരമഹംസയുടെ അന്തരംഗ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമി 17 ആശ്രമങ്ങൾ കേരളത്തിലുണ്ടാക്കി. ആഗമാനന്ദ സ്വാമിയെ പോലെ 32 സന്യാസ ശിഷ്യന്മാരും. പലരും ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് പറയും, പക്ഷെ ആഗമാനന്ദ സ്വാമിയുടെ ഗുരുവായിട്ടുള്ള നിർമ്മലാനന്ദ സ്വാമിയെക്കുറിച്ച് പറയാൻ ഭയമാണ്. അതെന്തുകൊണ്ടാണ്? അത് നമ്മളെ രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിലെ, പിന്നെ എൻ്റെ ഒരു വലിയ പ്രശസ്തമായ പുസ്തകമാണ് സ്വാമി വിവേകാനന്ദനും കേരളവും. അപ്പോൾ 1892 സ്വാമി വിവേകാനന്ദൻ്റെ കേരള യാത്ര വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനു മുമ്പ് എൻ്റെ രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ വന്നു, കേരളത്തിലെ രാമകൃഷ്ണ മഠങ്ങളുടെ ചരിത്രം. അപ്പോൾ ഈ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമവുമായി ബന്ധപ്പെട്ടു അപ്പോഴത്തേക്ക് തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ വഴി ഇതാണ്? അതെ. നമ്മളിത് ഓരോന്ന് ഇതിലേക്ക് വന്ന രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ, പിന്നെ ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ, അത് 87ഓളം സന്യാസിമാരുടെ ജീവചരിത്രം. ആഗമാനന്ദ സ്വാമി, പിന്നെ വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമാനന്ദപുരി സ്വാമി, ഹിമവത് വിഭൂതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അശോക് സിംഗാളിൻ്റെ മാതാപിതാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ സ്ഥലം മതിൽ ഭാഗത്ത്, തിരുവല്ലയ്ക്ക് അടുത്ത മതിൽ ഭാഗത്ത് പോയാൽ ഒരാൾക്കും കേരളത്തിൽ നിന്നുണ്ടായ മറ്റ് പ്രശസ്തനായ സ്വാമിയാണ് രംഗനാഥാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തൃശ്ശൂർ തൃക്കൂരാണ്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിക്ക് APJ അബ്ദുൾ കലാം, അന്നത്തെ രാഷ്ട്രപതി, വന്നപ്പോഴാണ് ഇത്രയ്ക്ക് വലിയ ആളാണോ ഈ രംഗനാഥാനന്ദ സ്വാമി എന്നുള്ള തോന്നൽ വന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ആശ്രമങ്ങൾ, സന്യാസിമാർ, ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. കൊച്ചപ്പിപ്പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നായരായിരുന്നു, ജന്മം കൊണ്ട് ആയിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഥ വളരെ മനോഹരമാണ്. ഒടുവിൽ അദ്ദേഹം പാവം സമാധിയാവുന്നത് ചാവക്കാട് വിവേകാനന്ദ സത്രത്തിൽ വെച്ചാണ്. കാരണം നായര ഈഴവ ഗുരുവിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നായന്മാർക്ക് നെയ്യാറ്റിൻകര ചോദിച്ചാൽ ആർക്കും വേണ്ട. അതുമാത്രമല്ല, അദ്ദേഹം പിന്നീട് പ്രഥമ ശിക്ഷൻ മാത്രമല്ല, ശിവഗിരിയിലെ പ്രഥമാധ്യക്ഷനുമായി. അപ്പോൾ പഴയൊരു നായർ വന്ന് നമ്മളെ ഭരിക്കേ. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം മാറ്റി, ഇതൊന്നും നമുക്ക് വേണ്ട, ഈ മാർഗത്തിന് ഇതിനു വേണ്ടിയല്ല ഞാൻ ഈ വേഷം കെട്ടിയിരിക്കുന്ന വെച്ചാൽ അദ്ദേഹം പെരിങ്ങോട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ വന്നു സോമശേഖര ക്ഷേത്രം സ്ഥാപിച്ചു. ഈ ശിവലിംഗദാസ് സ്വാമിയെക്കുറിച്ച് എത്ര പേർക്കറിയാം? അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര പേർക്കറിയാം? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, അതായത് നാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമി, ശിവലിംഗദാസ് സ്വാമിയുടെ ശിഷ്യൻ അസംഗാനന്ദ, അദ്ദേഹം ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ടിട്ട് കേരളം വിട്ട് ആന്ധ്രയിൽ പോയി. ആന്ധ്രയിൽ പോയിട്ട് വ്യാസാശ്രമം സ്ഥാപിച്ചു. മലയാള സ്വാമി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. അല്ല, ചുരുക്കം പറഞ്ഞാൽ ഈ സന്യാസമഠങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അല്ലേ? അപ്പം ഇത് നമ്മൾ കേരളത്തിലെ ആശ്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിനൊരു ആശ്രമ സംസ്കാരം, പ്രത്യേകിച്ച് ഒരു സന്യാസാശ്രമ സംസ്കാരം ഇല്ല. കാരണം ഇവിടുത്തെ ബ്രാഹ്മണർ തന്നെ പറയുന്നത് ഞങ്ങൾ മീമാംസകന്മാരാണ്, ആണെന്നല്ല പറയുന്നത്. ഇന്നിപ്പോൾ പറയുന്നുണ്ടെങ്കിലും, പലരും പറയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എത്രത്തോളം പേർക്ക്
അദ്വൈത സിദ്ധാന്തം. അപ്പം നമ്മൾ ഈ ശങ്കരമഠങ്ങളെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നാണെങ്കിൽ വീണ്ടും ഞാനത് പറയണം, എനിക്ക് അത് നടക്കും. കാരണം ഈ മൂപ്പിൽ സ്വാമിയാരുടെ കൂടെ യാത്ര എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ഇല്ലങ്ങളിൽ കൂടെയാണ് പോയിരുന്നത്. ഇല്ലങ്ങളിൽ നിന്നും നമ്മൾ ഇവരുടെ ഭിക്ഷ നമ്പൂതിരി ഗൃഹങ്ങളേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള ആശ്രമങ്ങളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. എനിക്ക് വലിയ അനുഭവങ്ങളുണ്ട്. ഒരു നമ്പൂതിരി ഗൃഹത്തിൽ ഭിക്ഷ, തൊട്ടടുത്തുള്ള SNDP ആശ്രമത്തിൽ സ്വാമി സന്ദർശിക്കും. ശങ്കര മഠങ്ങളെ സ്വാമിയാർ നമ്മുടെ അവിടെയൊക്കെ ആദ്യമായിട്ട് ഈ തെക്കേമഠത്തിൽ മൂപ്പിൽ സ്വാമിയാർ ശിവഗിരിയിലേക്ക് പോകുന്ന നമ്മൾ മുഖാന്തരം അതാണ്. അത് കഴിഞ്ഞ് ശാന്തിഗിരിയിലേക്കും പോകുന്നുണ്ട്. ആ ശാന്തിഗിരിയിലെ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നത്, അതായത് എനിക്ക് തോന്നുന്നത് 2002 എന്തൊക്കെയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ കുറേ നമ്മൾ വെറും യാത്ര എഴുതിയും കുറേ പുസ്തകം ഇതല്ല, ഓരോ യാത്രകളും ഒരുപാട് അനുഭവങ്ങൾ തരുന്നു. പിന്നെ ഓരോ ആൾക്കാരുമായി സന്യാസിമാർ ഇതൊക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പം ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു ചോദ്യം, ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങൾ മാറുമ്പോഴും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, ഇവിടെ ഈവൻ്റുകൾ നടത്താനാണ് ഇത്, സ്ഥാപനങ്ങൾ നടത്താൻ ആരുമില്ല. അതിൻ്റെ വേറെ ഒരു തലം ഇവിടെ പലരും പലതും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവല്ല, വെറും റിയാക്റ്റീവാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മളിപ്പോൾ താങ്കളെ എന്നെ ഇതിനെ ഇൻവൈറ്റ് ചെയ്യാനൊരു കാരണം എന്താ, വളരെ ക്രിയേറ്റീവായ ഇതിന്, സർഗാത്മകമായ സൃഷ്ടിപരമായ കാര്യം ചെയ്യുന്നതിന് സാക്ഷാത്തായ തെളിവുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇതിപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു എന്ന് പറയുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? കാഫ്ക, കമ്യു, ദെറിദെ, സാത്രെ ഒക്കെയല്ലേ പോകുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യസ്വാമി, നാരായണ ഗുരുദേവൻ, ശിവലിംഗദാസ് സ്വാമി, അസംഗാനന്ദ സ്വാമി, സാധുശീലം പരമേശ്വരൻ പിള്ള, പരമേശ്വരാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെയൊക്കെ കാര്യം നമുക്കതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം സംഘത്തിൻ്റെ 100ാം വാർഷികം നടക്കുന്നു. ഈ സാധുശീലം പരമേശ്വരൻ പിള്ളയ്ക്ക് മുമ്പ് കേസരിയുടെ പ്രഥമ എഡിറ്റർ സന്യാസിയായിട്ടുണ്ട്. അതപ്പോൾ കേസരിക്കാർക്ക് തന്നെ അറിയുമെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയിലാണ് കോഴിക്കോട് അവിടെ കുറേ സ്കൂളുകൾ സ്ഥാപിച്ച ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണുണ്ട്. ആ സ്കൂളുകളുടെ പേര് ഞാൻ പെട്ടെന്ന് സാമൂതിരി സ്ഥാപിക്കുന്നില്ല. അങ്ങോരും സന്യാസിയായി. അപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ത്യാഗികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭർത്തഹരിയുടെ നീതി ശതകത്തിൽ പറയുന്നുണ്ട്, ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരുക. ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരുക. അതേസമയം ഭർത്തഹരി പിന്നീട് പറയുന്ന ആ ശ്ലോകത്തിൽ പൂർവ ഭാഗം പറയുന്ന ആദരിക്കാൻ പാടില്ലാത്തവരെ ആദരിക്കുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ആപത്തെന്നും പറയുന്നുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ച്, അപ്പം ഞാൻ ഈ കേരളത്തിലെ അമ്പലങ്ങൾ, ആശ്രമങ്ങൾ പിന്നെ ചെയ്തിരിക്കുന്നത് സ്വാമി ചിന്മയാനന്ദജിയുടെ ജീവചരിത്രം മാതൃഭൂമിയാണ് ഇറക്കിയത്. അതിനുമുമ്പ് ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ, പിന്നെ പണ്ഡിറ്റ് P. ഗോപാലൻ നായരുടെ ജീവചരിത്രം. ഇന്ന് ഭാഗവത സത്രങ്ങളും സപ്താഹങ്ങളും കൊണ്ട് നാട് മുഴുവനും ഈ ചെയ്യുന്നവർക്ക് പണ്ഡിറ്റ് P. ഗോപാലൻ നായരെ അറിയൂ. അദ്ദേഹം ശരിക്കും പരമഗുരുവാണ്. അദ്ദേഹം 8 വാല്യങ്ങളിൽ ഭാഗവതം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് അതാണ് ഇതിൻ്റെ എല്ലാം ഈ പ്രചാരണത്തിൻ്റെ, അതും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത തപസ്സാണ്.